ക്രിസ്തുയേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആയുസ്സിൽ തന്ന വലിയ ഭാഗ്യത്തിനായി, പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ദൈവവചനം പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിൽ കൂടെ നിങ്ങൾ ഞങ്ങളെ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുവാനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ദൈവവചനം തുടർച്ചയായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങളെടുക്കുന്ന എല്ലാ എഫേർട്ടും കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. നാം തുടർച്ചയായിട്ട് ദൈവവചനം പഠിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ബലമായി മാറും. ഈ നാളുകളിൽ അനേകർ ആത്മീയമായിട്ട് അഭ്യർത്ഥിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സഹകരണം, വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിവിടെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സമാഗമന കൂടാരം എന്നുള്ള വിഷയത്തിൽ അതിനകത്ത് അതിപരിശുദ്ധമായ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവും അതിനകത്തുള്ള സാധനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ നാളുകൾ ചിന്തിച്ചു വരുന്നത്. 3 സാധനങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്നു. അതിനകത്ത് മന്നയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ നാളുകളിലായിട്ട് 2-3 എപ്പിസോഡായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്നത്. മന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഓർമ്മയായിട്ട് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. മറ്റ് ചില വിഷയങ്ങൾ കൂടെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ മന്നയെക്കുറിച്ചുള്ള വീണ്ടും ചില പ്രതിപാദനങ്ങൾ കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനങ്ങൾ 78-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 24-ാം വാക്യം, Psalms 78:24, അവിടെ നമുക്ക് ഈ മന്നയെക്കുറിച്ച് തന്നെ പഠിക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഇത് സ്വർഗീയ ധാന്യമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അവർ മരുഭൂമിയിൽ ഭക്ഷിക്കുമ്പോൾ അതൊരു സ്വർഗീയ ധാന്യമായിട്ട് തരുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് എത്രയോ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഭൂമിയിലെ ധാന്യം കഴിച്ച്, ഭൂമിയിലെ ധാന്യം കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച ആളുകൾക്ക് ഈ മരുഭൂമി യാത്രയിൽ അവർക്കൊരു സ്വർഗീയ ധാന്യം ഭക്ഷിക്കാനായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു വസ്തുതയാണ്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇതിനെ പരിശോധിക്കുമ്പോൾ വളരെ സന്തോഷം വരുന്ന ഒരു വസ്തുത, നമ്മൾ ഈ ഭൂമിയിലേതൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഈ മരുഭൂ പ്രയാണത്തിൽ സ്വർഗീയ ധാന്യം അഥവാ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനമായിട്ടും ദൈവത്തിൻ്റെ പുത്രനായിട്ടും ഒക്കെ മന്നയെ ചിത്രീകരിക്കാനായിട്ട് കഴിയും. അത് തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതിനെ സ്വർഗീയ ധാന്യം എന്ന് വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷിക്കാൻ വകയുണ്ട്. സ്വർഗത്തിലെ ധാന്യം ഭക്ഷിക്കുന്നവരായി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആരാണ്? അത് ദൈവത്തിൻ്റെ മക്കളാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ച് അവർ സ്വർഗീയ ധാന്യമായിരുന്നു ഭക്ഷിച്ചത്. രണ്ടാമതായിട്ട് നമുക്ക് 78-ാം സങ്കീർത്തനം അതിൻ്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് മന്നയെ കുറിച്ചുള്ള വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ശക്തിമാന്മാരുടെ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്നു. ശക്തിമാന്മാരുടെ അപ്പമായിരുന്നു അത്. അതായത് അത് കഴിക്കുന്ന എല്ലാവർക്കും അപ്പം കഴിക്കുമ്പോൾ അഥവാ മന്ന കഴിക്കുമ്പോൾ ശക്തി ലഭിക്കുകയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ നമുക്ക് ശക്തി പകർന്നു തരികയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നിന്നുള്ളതെല്ലാം നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്നതാണ്. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. ഭൂമിയിലുള്ളതെല്ലാം നമ്മളെ ഒരു പരിധി കഴിയുമ്പോൾ ക്ഷീണിപ്പിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ യെശയ്യാവിൽ കൂടെ ദൈവം പ്രവചിച്ച് പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടും, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും. ഹല്ലേലൂയ, ആ വിധത്തിലുള്ള ശക്തിപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് ആ സ്വർഗീയ ധാന്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ആയുസ്സിൽ ആ സ്വർഗീയമായ ധാന്യം ഭക്ഷിക്കുന്ന അനുഭവത്തിൽ നമ്മൾ അടുത്തതായിട്ട് ശക്തിമാന്മാരുടെ അപ്പമാണ് ഇസ്രായേൽ മക്കൾ ഭക്ഷിച്ചത് എങ്കിൽ നമുക്കും സ്വർഗീയ ധാന്യമാകുന്ന വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആത്മീയമായി ശക്തരായി മാറുവാനിടയായിത്തീരും. ഇവർ ശക്തരായി മാറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? നമുക്ക് ഈ മരുഭൂമിയിൽ അവര് മന്ന കഴിച്ചതിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിലായിരുന്നു അവര് യുദ്ധത്തിനായിട്ട് ഫെലിസ്ത്യരുടെ നേരെ ചെന്നത്. ഇതിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ വസ്തുത,
അവർ യുദ്ധപ്രാപ്തരായി മാറുവാൻ കാരണം അവര് മന്ന കഴിച്ച് ശക്തിപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും ആത്മീയമായി യുദ്ധത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ, ആത്മീയമല്ല യുദ്ധത്തിനായിട്ട് നമ്മൾ ഒരുമ്പെടുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ആമേൻ, ദൈവവചനമാകുന്ന ക്രിസ്തുവാകുന്ന മന്നയെ നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹല്ലേലൂയ പിശാചിനോട് പോരാടാനുള്ള അഭിഷേകം ലഭിക്കാനിടയായിത്തീരും. അഥവാ നമ്മൾ ശക്തരായി മാറാനിടയായിത്തീരും. നമ്മുടെ വാക്കുകളിൽ ശക്തി വ്യാപരിക്കാനിടയായിത്തീരും. നമ്മുടെ ആരാധനയിൽ ശക്തി വ്യാപരിക്കാനിടയായിത്തീരും. നമ്മുടെ സഭയിൽ ശക്തി വ്യാപരിക്കുന്നത് കാണാനിടയായിത്തീരും. നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ശക്തി വ്യാപരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ശക്തി വ്യാപരിക്കുന്നത് കാണുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപാരം ഉളവായി വരുന്നത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മൾ ആ മന്ന, ദൈവവചനമാകുന്ന മന്ന ഭക്ഷിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ മന്നയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ, നമ്മൾ അതിൻ്റെ പേരിനെ കുറിച്ച്, അത് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ ധാന്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് അതിൻ്റെ അടുത്ത വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് ശക്തിമാന്മാരുടെ അപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം പൊഴിച്ചു കൊടുത്തതായതുകൊണ്ട് ഇത് ദൂതന്മാരുടെ ഭക്ഷണമായിട്ട് തുടർന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഇത് സ്വർഗീയമായ ആഹാരമാണ് എന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നു. നമുക്ക് 105-ാം സങ്കീർത്തനം അതിന്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ അടുത്തതായിട്ട് പഠിക്കാൻ കഴിയുന്നത് അത് സ്വർഗീയ ഭോജനമാണ് എന്ന് പഠിക്കാൻ കഴിയും. ദൂതന്മാരുടെ ഭക്ഷണമായിട്ട് തിരുവചനം അതിനെ പറഞ്ഞിരിക്കുകയാണ്. നാം ദൈവവചനം വായിക്കുമ്പോൾ ഒരിക്കലും ഒരു ദൂതൻ പോലും അവര് ക്ഷീണിതരായിട്ടോ രോഗമുള്ളവരായിട്ടോ കിടക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നില്ല. അവരെല്ലാവരും 103-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ദൂതന്മാരായുള്ളവര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ സനയിൽ നിൽക്കുന്ന, എല്ലാ സമയവും ദൈവസനയിൽ നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ ദൂതന്മാർ. അവർക്ക് രോഗമില്ല, അവർക്ക് ക്ലേശമില്ല, അവർക്ക് നിരാശയില്ല. അവർ ദൈവസനയിൽ എല്ലായ്പ്പോഴും ദൈവഹിതം ചെയ്യുവാനായി അവർ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ശക്തിമാന്മാരുടെ അപ്പം കഴിക്കുന്ന നാം ഓരോരുത്തരും, അഥവാ സ്വർഗീയ മന്ന കഴിക്കുന്ന നാം ഓരോരുത്തരും ശക്തിമാന്മാരായി മാറുകയാണ്. ആത്മീയമായി നമുക്ക് ശക്തി വേണമോ? ദൈവത്തിന്റെ വചനം ഈ നാളുകളിൽ ധാരാളം നമ്മൾ ഭക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ മരുയാത്രയിൽ കനാൻ നാടാകുന്ന സ്വർഗീയ കനാൻ നാട്ടിൽ എത്തുന്നതിന് മുൻപേ നമുക്ക് ഈ മരുയാത്രയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ മന്നയാണ്, സ്വർഗീയ മന്ന, സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരുന്ന മന്ന. അനുദിനം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആ മന്നയാണ് നമുക്ക് അനുദിന ഈ മരുഭൂയാത്രയിൽ നമ്മെ ശക്തിപ്പെടുത്തുവാനിടയാക്കുന്നത്. അങ്ങനെയുള്ള ആത്മീയ ഭോജനം, ആ സ്വർഗീയ ഭോജനം ഭക്ഷിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും രോഗങ്ങളായിരിക്കും, എന്നും നിരാശയായിരിക്കും. മരുഭൂമിയിൽ യാത്ര ചെയ്ത് അവരാരും അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് 105-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താണ് അവർ ബലഹീനത ഇല്ലാതിരുന്നതിന്റെ കാരണം? അവർ കഴിച്ച ആഹാരം ഭൂമിയിലെ ഒരു ആഹാരമല്ല, സ്വർഗത്തിൽ നിന്ന് കൊടുത്തയച്ച സ്വർഗീയ മന്നയായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ സ്വർഗീയ മന്നയ്ക്കായി, ആ സ്വർഗീയ ധാന്യത്തിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് അത് ആത്മീയാഹാരമായിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. മന്ന ആത്മീയാഹാരമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വചനത്തിൽ നിന്ന് നമ്മൾ അനുദിനം ഭക്ഷിക്കുമ്പോൾ നമുക്ക് ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശക്തിയോടെ മുന്നേറാനായിട്ട് കഴിയും. പലപ്പോഴും ആഹാരം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷീണിതരായി മാറുമെന്നും രോഗികളായി മാറുമെന്നും എല്ലാം ഭൗതിക തലത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഇതാ ഭൗതിക തലത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യം സത്യമാണെങ്കിൽ ആത്മീയ ആഹാരം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളമോ
നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതും സ്നാനപ്പെട്ടു എന്നുള്ളതും പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതും എല്ലാം സത്യമായിരിക്കെ ദൈവത്തിൻ്റെ വചനത്തോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ദൈവവചനം നിങ്ങൾ തുടർന്ന് വെച്ച് ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കണം. ദൈവവചനം പറയുന്നു, യെരമ്യാവിൽ കൂടെ ദൈവം പറയുകയാണ്, 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നിന്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയത്തിൽ അത് സന്തോഷവും ആനന്ദവുമായി മാറിയിരിക്കുന്നു എന്നാണ് ദൈവദാസൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്വർഗീയ ധാന്യം ഭക്ഷിക്കുമ്പോൾ, ആ ശക്തിമാന്മാരുടെ അപ്പം കഴിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ അനുദിനം ജീവിക്കുവാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ പലരും തളർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് വചനം ലഭിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു, ഞാനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വചനം നമുക്ക് ഭക്ഷിക്കാം. അനുദിനം വചനം നമ്മൾ ഭക്ഷിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് വചനം ഭക്ഷിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടാകണം. ദൈവവചനം വെറുതെ വായിച്ചു വിടുകയല്ല. ഷണ്ണൻ അങ്ങനെ വായിച്ചു വിട്ടപ്പോൾ അവനോട് ഫിലിപ്പോസ് ചോദിക്കുന്നു, നീ ഈ വായിക്കുന്ന ഭാഗം ഗ്രഹിക്കുന്നുവോ? വായിക്കുന്ന ഭാഗം ഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില ആളുകളെങ്കിലും കുറേ വായിക്കാറുണ്ട്, പക്ഷെ അവർ അതൊന്നും ഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു അധ്യായം മാത്രമേ ഒരു ദിവസം വായിച്ചുള്ളെങ്കിലും ദൈവം എത്ര അധ്യായങ്ങൾ വായിച്ചെന്നോ എത്ര വാക്യങ്ങൾ മനഃപ്പാഠമാക്കിയെന്നോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ചോദ്യം നമ്മോടുണ്ടാകുന്നത്. ദൈവം നമ്മോട് ചോദിക്കുന്നത് നിന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടതായ ആത്മീയ ആഹാരം നീ കഴിച്ചോ എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുദിനം ജീവിക്കുവാൻ, ശക്തിപ്പെടുവാൻ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവസ്നേഹിയിൽ നിന്ന് ഒന്ന് പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട നാളുകളിൽ നിങ്ങളുടെ തീഷ്ണത വലുതായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് ശക്തമായി നിങ്ങളോട് ആലോചന പറയുന്നു, അത് മടക്കി തരുവാൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവസ്ഥനിൽ ഇരുന്നു കൊണ്ട് വചനം ധാരാളം വായിക്കുവാൻ, വചനം ധാരാളം പഠിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ വരുന്നത് വരെ വായന, പ്രബോധനം ഇവയിൽ നീ ഉറ്റിരിക്കണമെന്ന് ദൈവദാസനോട് പറയുകയാണ്. നല്ല ചെറുപ്പക്കാരനായ ശുശ്രൂഷയിൽ മുന്നേറി വരുന്ന ആ ദൈവദാസനോട് ദൈവദാസനായ സീനിയറായ ദൈവദാസൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ വരുന്നത് വരെ നീ വായിക്കണം, വായിക്കാതിരിക്കരുത്. വചനം വായിക്കണം, വചനം പഠിക്കണം, വചനത്തിൽ നിലനിൽക്കണം എന്നെല്ലാം ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ മന്നയാകുന്ന വചനം നമുക്ക് ആത്മീയാഹാരമാണ്. അത് ഭക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മരുഭൂമിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നു, അവർ മറ്റാഹാരം ഒന്നും കിട്ടുവാൻ അവർക്ക് വകയില്ല. അവർ കഴിച്ച ഏക ആഹാരം മന്നയായിരുന്നു. അവർ പാറയിൽ നിന്ന് തന്ന വെള്ളവും അവർ കുടിച്ചുകൊണ്ട് 40 വർഷക്കാലം അവർ നടക്കുകയുണ്ടായി. പ്രിയമുള്ളവര്, ദൈവം അവർക്ക് കൊടുത്ത ആ ഭക്ഷണത്തിനകത്ത് എത്രമാത്രം ശക്തി അടങ്ങിയിരുന്നത് കൊണ്ടാണ് അവര് 40 വർഷക്കാലം ആ മരുഭൂമിയിൽ കൂടെ അവരങ്ങനെ നടക്കുവാനിടയായി തീർന്നത്. സ്വർഗത്തിലെ ദൈവം പൊഴിച്ചു കൊടുത്ത ആ മന്നയ്ക്കകത്ത്, ആ ആഹാരത്തിനകത്ത് വലിയ ബലമുണ്ടായിരുന്നു. നമ്മളെ വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം പരിശോധിക്കുമ്പോൾ 3 വ്യക്തികളാണ് 40 ദിവസങ്ങൾ ഉപവസിച്ച വ്യക്തികളായിട്ട് കാണാൻ കഴിയുന്നത്. ഒന്ന്, പഴയ നിയമത്തിൽ നമുക്ക് 2 പേരെ കാണാനായിട്ട് കഴിയുന്നു. ഒന്ന് മോശയാ, അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ ദൈവത്തിന് ഇരുന്നതായിട്ട് വായിക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവൻ 40 ദിവസങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ അവന് ഇരുന്നതായിട്ട് വായിക്കാൻ കഴിയുന്നു. മൂന്നാമത്തെ വ്യക്തി പുതിയ നിയമത്തിലാണ്, അത് യേശുക്രിസ്തുവാണ് എന്ന് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ഏലിയാവ് 40 ദിവസം ഉപവസിക്കുന്നതിന് മുൻപേ തനിക്ക് എന്തായിരുന്നു ആ ബലം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്ന കാര്യം?
മറ്റൊന്നുമല്ല, അവൻ്റെ ഏറ്റവും നിരാശയുടെ താഴ്വരയിൽ ഏറ്റവും നിരാശ കൊണ്ട് ശുശ്രൂഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ അങ്ങ് വിളിച്ചാൽ മതിയെന്നുള്ള നിരാശയിൽ കിടക്കുന്ന ആ ഒരവസ്ഥയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവനൊരു സ്വർഗീയ അട കൊടുത്തു. അവൻ ആ തട്ടി ഉണർത്തി കുറെ വെള്ളവും കൊടുത്തു. ആ വെള്ളം കുടിച്ചു, ആ അട കഴിച്ചു. ഇത് രണ്ടും കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം അവൻ 40 ദിവസം നടന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ആഹാരത്തിന്റെ ബലം അതാണ് പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആഹാരം. ഏറ്റവും നിരാശയുടെ താഴ്വരയിൽ സ്വർഗം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ആഹാരമുണ്ട്. ഏറ്റവും മരിച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുന്ന ഒരു ആഹാരമുണ്ട്. ആമേൻ. അത് ഏത് മുഖാന്തരങ്ങളിൽ കൂടെ വരും എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് അത് തന്നാൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതാണ്, അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതാണ്, അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് എല്ലാം പകർന്നു തരുവാൻ കഴിവുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിങ്ങളത് ആഗ്രഹിച്ച് ആമേൻ അത് ആവോളം അനുഭവിക്കുവാൻ, ആത്മീയാഹാരം കഴിക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഈ മന്ന എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന മന്നയാണ് എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 17-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, അത് മറഞ്ഞിരിക്കുന്ന മന്നയാണ്. പ്രിയമുള്ളവരെ, മറഞ്ഞിരിക്കുന്ന മന്നയാണ്. യേശുക്രിസ്തു നമുക്ക് മറഞ്ഞിരുന്ന ഒരു മന്നയായിരുന്നു. അതുകൊണ്ട് ആമേൻ 5 കാര്യങ്ങൾ ഇതിന്റെ പേരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, അത് സ്വർഗീയ ധാന്യമായിരുന്നു. 2, അത് ശക്തിമാന്മാരുടെ അപ്പമായിരുന്നു. 3-ാമതായിട്ട് അത് സ്വർഗീയ ഭോജനമായിരുന്നു. 4-ാമതായിട്ട് അത് ആത്മീയ ആഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നു. 5-ാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇത് ആത്മീയമായ മറഞ്ഞിരിക്കുന്ന ഒരു മന്നയായിരുന്നു. അത് ഇനിയും ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. ഇനിയും വെളിപ്പെടുവാൻ ധാരാളമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി അവൻ കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഇനിയും ദൈവം വെച്ചിരിക്കുന്നു. ആ അനുഗ്രഹത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കനാൻ നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മന്ന തീർന്നു പോകുന്നു. 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ മരുഭൂമിയിൽ ജനം ദൈവം അവരെ നടത്തി 40 വർഷക്കാലങ്ങൾ കൊണ്ട് ദൈവം അവരെ നടത്തി കനാൻ നാട്ടിലേക്ക് എത്തിക്കുന്നു. കനാൻ നാട്ടിൽ എത്തിയതിന് ശേഷം മന്ന നിന്നു പോകുന്നുണ്ട്. പിന്നീട് അവർക്ക് മന്ന ലഭിച്ചതായിട്ടില്ല. അവര് ആ വർഷം ആ കൊയ്ത്തിന്റെ സമയം, അഥവാ അവര് കൃഷി ചെയ്ത് കൊയ്ത്ത് ആകുന്നത് വരെയുള്ള സമയത്തേക്ക് ദൈവം അവർക്ക് മന്ന കൊടുത്തു. ആദ്യത്തെ കൊയ്ത്ത് കഴിഞ്ഞ് അവരുടെ ഫലശേഖരം കഴിഞ്ഞ് ധാന്യം റെഡിയായി കഴിയുന്ന ആ ദിവസം വരെ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. മന്ന ദൈവം കൊടുത്തപ്പോൾ 1-2 ദിവസങ്ങളല്ല, അവർ കനാൻ നാട്ടിൽ ചെന്ന് അവർ സെറ്റിലാകുന്നത് വരെ ദൈവം കൊടുക്കാനിടയായി തീർന്നു. മാത്രമല്ല, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, പിന്നീട് ദൈവം അവരോട് പറഞ്ഞതനുസരിച്ച് ഒരു പാത്രത്തിനകത്ത് ഒരിടങ്ങഴി മന്ന എടുത്താണ് ഈ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന തൻ്റെ ജനത്തിന് പെട്ടകത്തിനകത്ത് വയ്ക്കുവാൻ ഒരു പാത്രം അഥവാ ഒരിടങ്ങഴി അവിടെ എടുത്തു വയ്ക്കാനായിട്ട് ദൈവം പറഞ്ഞു. അങ്ങനെ ഒരിടങ്ങഴി എടുത്തു വെച്ചപ്പോൾ അത് എത്രയോ വർഷങ്ങളിരുന്നു. ചരിത്രപ്രകാരം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, ഏകദേശം 500 വർഷത്തോളം ഈ മന്ന അത് ദേവാലയത്തിലുള്ള പെട്ടകത്തിനകത്ത്, അഥവാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുത്ത ആ പ്രത്യേക ആഹാരം 500 വർഷക്കാലം കേടുകൂടാതെ ഇരുന്നു എന്നാണ്. നമ്മൾ 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ആ മന്ന ദീർഘവർഷങ്ങൾ കേടുകൂടാതെ ഇരുന്നു എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ഒരു ദിവസം പെറുക്കിയാൽ പിറ്റേ ദിവസം ശവത്തല്ലെങ്കിൽ അത് ജീർണിച്ചു പോകും, അങ്ങനെയുള്ള ഒരു വസ്തു ഇത് ദീർഘവർഷക്കാലം ഇങ്ങനെ ഇരിക്കുവാൻ എന്താണ് കാരണം? അതിന് കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ കാരണം അത് ദൈവസന്നിധിയിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ടാണ്.
അത് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയേനെ, നശിച്ചു പോയേനെ. നമ്മുടെ ജീവിതത്തിൽ ഇത് നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. അതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ദൈവസന്നിധിയിൽ നിരന്തരം ഇരുന്ന അപ്പമാണ്. അത് ദൈവസന്നിധിയിൽ ആ പെട്ടിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട സാധനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് യാതൊരു ജീർണതയും വരികയില്ല. അഥവാ ഭൂമിയിലുള്ള എല്ലാം നശിച്ചു പോയാലും നശിക്കാത്ത ഒന്നുണ്ട്, ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിഴലായിട്ട് ദൈവം ഈ മന്നയെ ദൈവം കൊടുക്കുകയായിരുന്നു. അടുത്തതായിട്ട് നമ്മളെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ദൈവം ഇത്രമാത്രം വളരെ കരുതലോടെ വളരെ സ്നേഹത്തോടെ ഈ സ്വർഗീയ ധാന്യം ദൈവം അവർക്ക് കൊടുക്കുമ്പോൾ ദീർഘവർഷക്കാലം അവരെ നടത്തുന്നതിനിടയിൽ ഈ മന്ന ഇവിടെ ഇരിപ്പുണ്ട്, അഹരോന്റെ തളിർത്ത വടി ഇരിപ്പുണ്ട്, അത് മാത്രമല്ല കൽപ്പലക ഇരിപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 3 സാധനങ്ങളിൽ ഏതാണ് ഏറ്റവും പെട്ടെന്ന് നശിച്ചു പോകുന്നത്? ഒന്ന് കല്ലാണ്, ഒന്ന് മരമാണ്, മറ്റൊന്ന് ആഹാരമാണ്. ഈ 3 സാധനങ്ങളിൽ ഏറ്റവും അധികം നശിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ട് പെട്ടെന്ന് ജീർണിക്കുന്നത് ആഹാരമാണ്. പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അത് ഏറ്റവും അധികം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത് ഏകദേശം 500 വർഷക്കാലം ഒരു കേടും കൂടാതെ അത് സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ വകയുണ്ട്. മരം ഒരു 500 വർഷം കഴിയുമ്പോൾ അത് ചിലപ്പോൾ അത് 500 വർഷം നീണ്ട വർഷങ്ങൾ അത് ഉറപ്പായിട്ടിരിക്കും. അത് ഉണ്ടാക്കിയ ആ സമയം മുതൽ ഭംഗിയായിട്ടിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ആ കല്ലിനൊപ്പം ആ മരത്തിനൊപ്പം ഈ ആഹാരം ദീർഘവർഷക്കാലം ഇവിടെ ഇരിക്കുവാനിടയായിത്തീരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം, ദൈവസന്നിധി വിട്ടുപോകാതെ, ദൈവ സാന്നിധ്യം വിട്ടുപോകാതെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങൾ ഓരോരോ സ്ഥലങ്ങളിലും ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എറ്റേണലായിട്ടുള്ള, നിങ്ങൾക്കൊരു നിത്യമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും. ഒരിക്കലും ജീർണിച്ചു പോകുവാൻ, ഒരിക്കലും നശിച്ചു പോകുവാൻ, ഒരിക്കലും ഒരു കാലത്തും ഹല്ലേലൂയ പാഴായി പോകുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. അതെത്ര സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് മാറിപ്പോകാതിരിക്കാം. ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുക. ദൈവ സാന്നിധ്യം വിടാതെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മരത്തിൽ ഒരു വള്ളി ചുറ്റി ചേർന്ന് പടർന്ന് പന്തലിച്ച് അത് മുകളിലേക്ക് കയറിപ്പോകുന്നത് പോലെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വലിയൊരു വൻവൃക്ഷത്തിലേക്ക് ഒരു വള്ളി കയറിപ്പോയാൽ ആ മരം വീഴാത്ത കാലത്തോളം ആ വള്ളിക്ക് യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് അടുത്തെല്ലുവെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വിടാതെ ദൈവത്തോട് അടുത്ത്, ദൈവത്തോട് ചേർന്ന്, ദൈവത്തോട് ബന്ധപ്പെട്ട്, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച്, ദൈവത്തോട് നിരന്തരം ഉപവസിച്ച്, ദൈവത്തോട് നിരന്തരം യാചിച്ച്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴും ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാതെ ആത്മാവിൽ ഒരുക്കമുള്ളവരായി, ആത്മാവിൽ ഹല്ലേലൂയ ജാഗരിച്ചും കൊണ്ട് അഭിഷേകം പ്രാപിച്ചവർ ആത്മാവിൽ അന്യഭാഷ സംസാരിച്ചും കൊണ്ട് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ദൈവം
നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവാത്മാവിൽ ഹല്ലേലൂയ ആമേൻ ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച ദൈവം ഇതിലെ നീ ദൈവസേനയിൽ നിന്ന് മാറിപ്പോകരുത്. നീ അത് നാശത്തിലേക്കായിരിക്കും ഹല്ലേലൂയ പോകുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിച്ചും കൊണ്ട് അവയെ നിനക്ക് നിരന്തരമായ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച് ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് പിശാച് പിടിച്ചു വലിച്ച് പുറകോട്ട് കൊണ്ടുപോകാൻ നമ്മെക്കുറിച്ച് ആ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മന്ന ദൈവസ്ഥനിരുന്നു. അത് ദീർഘവർഷക്കാലം 500-ൽ പരം വർഷക്കാലം അത് കേടുകൊടാതെ ഇരുന്നു. മന്ന ഇട്ട് വച്ച പൻപാത്രം അത് ആമേൻ ദൈവസന്നിധിയിൽ നിരന്തരം എല്ലാ വർഷവും എല്ലാ സമയങ്ങളിലും അത് യാതൊരു കേടും കൂടാതെ ഇരുന്നു. ഏകദേശം 500-ൽ പരം വർഷങ്ങൾ ഇരുന്നെങ്കിലും ശലോമോന്റെ ദേവാലയം പണിയുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിരന്തരമായി അത് ദൈവസന്നിധിയിൽ ഇരുന്നു എന്നുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആലോചന പറയുന്നു, ദൈവസന്നിധിയിൽ വിട്ടുപോകാതിരിക്കാം. ദൈവ സാന്നിധ്യം വിട്ടുപോകാതെ നമുക്ക് ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.